ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ. യെസ്, ഗുഡ് മോർണിംഗ്. ചോദ്യം നമ്പർ 301 ശ്രീ ആന്റണി ജോൺ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, നാടിൻ്റെ വികസനത്തിൽ പ്രമുഖ പങ്കുവഹിക്കുന്ന പ്രവാസികളെ ഭരണനിർവഹണത്തിനൊപ്പം ചേർത്ത് നിർത്തുന്ന ജനാധിപത്യ പ്രക്രിയയാണ് ലോക കേരള സഭ. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വികസനത്തിനായി പ്രവാസികളെ സംസ്ഥാനവുമായി സമന്വയിപ്പിക്കുന്നതിനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി കേരളത്തിലെ ജനപ്രതിനിധികളോടൊപ്പമുള്ള ഒരു പൊതുവേദിയാണ് ലോക കേരള സഭ. ലോക കേരള സഭയുടെ താൽപ്പര്യവൃത്തത്തിൽ വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും ആതിഥേയ രാജ്യങ്ങളിലെ ഭരണവ്യവസ്ഥകൾക്കും അന്താരാഷ്ട്ര കരാറുകൾക്കും ഉഭയകക്ഷി ഉടമ്പടികൾക്കും വിരുദ്ധമാകാത്തതും പൊതുസമ്മതമായ തീരുമാനങ്ങൾ യൂണിയൻ സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അനുഭാവപൂർണമായ നടപടികൾ ശുപാർശ ചെയ്യുന്നതിനും ലോക കേരള സഭ യത്നിക്കുന്നു. 4ാം ലോക കേരള സഭ ലക്ഷ്യമിടുന്നത് അകം കേരളവും പുറം കേരളവും തമ്മിലുള്ള അകലം കുറച്ച് സഹകരിക്കാൻ സാധിക്കുന്ന സർവ്വമേഖലകളിലും പരസ്പര സഹകരണവും കൂട്ടായ്മയും ഉറപ്പുവരുത്തുക എന്നതാണ്. 3 സഭകളിലെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക കേരള സഭാ പ്രതിനിധികൾക്ക് സഭയ്ക്ക് പുറമെ ലോക കേരള സഭാ സെക്രട്ടേറിയറ്റുമായി നിരന്തരം ആശയവിനിമയം സാധ്യമാക്കാൻ ഒരു മെമ്പേഴ്സ് പോർട്ടൽ എന്ന സംവിധാനം ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രവാസ മേഖല ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ വിശദമായ പ്രപ്പോസലിൻ്റെ രൂപത്തിൽ സമർപ്പിക്കാനും പരാതികളും പ്രശ്നങ്ങളും അവതരിപ്പിക്കുവാനും കൂടാതെ മലയാളി സംഘടനകളും വ്യക്തികളും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുവാനും ലോക കേരള സഭയുടെ പ്രതിനിധികൾക്ക് പോർട്ടൽ മുഖേന സാധിക്കും. പലപ്പോഴും ആശയവിനിമയത്തിൻ്റെ അഭാവം പ്രവർത്തനങ്ങളിൽ നിഴലിച്ചിരുന്നു. ഇതേ കാഴ്ചപ്പാട് എല്ലാ മലയാളികൾക്കും ഇടയിലേക്ക് എത്തിക്കുക, ലോക മലയാളിക്കൊരു ഡിജിറ്റൽ ഇടം എന്ന നിലയ്ക്ക് ലോക കേരളം ഓൺലൈൻ എന്ന ഒരു പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് ആശയവിനിമയത്തിനും തൊഴിലവസരങ്ങൾ പങ്കുവയ്ക്കാനും വിവരങ്ങൾ കൈമാറുവാനും ഉതകുന്ന ഒരു ഡിജിറ്റൽ കേരളം ഇതുവഴി ഉണ്ടാക്കാൻ സാധിക്കും. പ്ലാറ്റ്ഫോമിൻ്റെ പ്രവർത്തനം പടിപടിയായി ആരംഭിച്ച് പൂർണ്ണതോതിലെത്തുമ്പോൾ അകം കേരളവും പുറം കേരളവും തമ്മിലുള്ള അന്തരം നേർത്തുവരും. പ്രാഥമിക വിവരങ്ങൾ നൽകുക വഴി പ്രവാസികൾക്ക് തമ്മിൽ ബന്ധപ്പെടുവാനും നവമാധ്യമ സ്വഭാവത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാനും സാധിക്കുന്നു. ഇതുവഴി ലോക കേരള സഭ മുന്നോട്ട് വയ്ക്കുന്ന ലോകമലയാളിയുടെ ജനാധിപത്യവേദി എന്ന ആശയം കൂടുതൽ ജനകീയമാകും. 4ാം ലോക കേരള സഭയിൽ പ്രവാസി സമൂഹത്തിൻ്റെ സംസ്കാരവും അസ്തിത്വവും നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ശുപാർശകൾ വിവിധ ചർച്ചകളിലായി പ്രവാസി പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. വിവിധ ചർച്ചകളിലായി പ്രവാസികൾ ഉന്നയിച്ച നിർദ്ദേശങ്ങളും ശുപാർശകളും ക്രോഡീകരിച്ചു വരുന്നു. ശുപാർശകൾ പരിശോധിക്കുന്നതിനും ക്രിയാത്മകമായ പ്രപ്പോസലുകൾ ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് സമർപ്പിക്കുന്നതിനുമായി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നതാണ്. പ്രസ്തുത സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിന്മേൽ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തുടർ നടപടികൾ കൈക്കൊള്ളുന്നതാണ്. വളരെ ദീർഘമാണ്. മേശപ്പുറത്ത്. താങ്ക് യു. ശ്രീ ആന്റണി ജോൺ. സർ, രാജ്യത്ത് പ്രവാസികൾക്കായി ക്ഷേമ പദ്ധതികൾ ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഏറ്റവും കൂടുതൽ പ്രവാസി പണം വരുന്ന രാജ്യവും നമ്മുടെ ഇന്ത്യയാണ് സർ. ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത് ഏതാണ്ട് 10 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ ആ നിലയിലുള്ള ഒരു പരിഗണന പ്രവാസികൾക്ക് രാജ്യത്തിൻ്റെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സാർ നമ്മൾ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടത്. അതിലൊരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ, ഈ ഏറ്റവും കൂടുതൽ ഗൾഫിലേക്കും ഗൾഫിൽ നിന്നുമുള്ള യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വിമാന ചാർജ് വർധനയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു സമീപനമുണ്ട്. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണുകളിൽ വിമാന ടിക്കറ്റ് ചാർജ് യാതൊരു ലക്കും ഇല്ലാതെ വർദ്ധിപ്പിക്കാൻ വിമാന കമ്പനികൾക്ക് അനുമതി നൽകുന്ന ഒരു സ്ഥിരം രീതിയുണ്ട് സാർ. ഇപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തി അതിന് പ്രവാസികൾക്ക് അതിന് ന്യായമായ നിലയിൽ വിമാന ചാർജ് അത് ഈടാക്കുന്ന നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ സാർ? സാർ, ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രവാസികൾ കൊടിയ ചൂഷണം നേരിടുന്ന ഒരു മേഖലയാണ് വിമാന ടിക്കറ്റിൻ്റെ അന്യായമായിട്ടുള്ള വർധനവ്. പ്രത്യേകിച്ച് സീസണിലാണ്
ഈ അന്യായമായ വർധനവ്, മാധ്യമങ്ങളൊക്കെ കൊള്ള എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. സർ, അത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നൊരു കാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം. എങ്കിലും സംസ്ഥാന സർക്കാർ ഇക്കാര്യം നിരന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന നിലയിൽ വിമാന കമ്പനികളുടെ ഈ ചൂഷണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ MP-മാർക്ക് ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇത് പാർലമെന്റിൽ ഉന്നയിക്കുന്നതിനും പ്രവാസികൾക്ക് വേണ്ടി ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള ഒറ്റക്കെട്ടായ ഇടപെടലുകൾ നടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്വം MP-മാർ വിനിയോഗിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർ, ഈ ലോക കേരള സഭയിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ എല്ലാ MP-മാരും ഇതിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഗൗരവവും ഈ പ്രശ്നത്തിൻ്റെ എത്രത്തോളം ആഴമുള്ളതാണ് എന്നും മനസ്സിലാക്കാനും കഴിയുമായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇന്ത്യയിൽ ആദ്യമായി പ്രവാസി സംരക്ഷണത്തിനായി വകുപ്പ് രൂപീകരിച്ച് നടപ്പിലാക്കിയത് E.K. നായനാർ സർക്കാരിൻ്റെ കാലത്താണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. സർ, പ്രവാസികാര്യ വകുപ്പിനെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നോർക്ക റൂട്ട്സ് വഴി നിരവധി നൂതന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും 2016 മുതൽ ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സർ ലോക കേരള സഭ. എന്നാൽ ആ ലോക കേരള സഭയെ ധൂർത്തെന്നും അനാവശ്യമെന്നും പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന ആളുകൾ, അത്തരം പ്രവർത്തനത്തിനെതിരെ എന്ത് നിലപാടാണ് സർ? അത് അത്തരം ഒരു ആക്ഷേപത്തിനെതിരായി ഗവൺമെന്റിന് എന്ത് നിലപാടാണ് പറയാനുള്ളത്? മിനിസ്റ്റർ. സർ, ലോക കേരള സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മറുപടിയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ അകം കേരളവും പുറത്തെ കേരളവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്ന ലോക മലയാളി എന്ന ഒരു സങ്കല്പം വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പാണ് ലോക കേരള സഭ. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ തോതിലുള്ള റെമിറ്റൻസാണ് കേരളത്തിലേക്ക് പ്രവാസികൾ അയക്കുന്നത്. അത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലുമാണ്. അത്തരത്തിൽ വലിയ സംഭാവനകൾ നൽകുന്ന ഈ പ്രവാസി മലയാളികളെ കേരളത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന, അവരുടെ അറിവിനെ, വൈദഗ്ധ്യത്തെ, അനുഭവങ്ങളെ, അവരുടെ സംഭാവനകളെ എല്ലാം കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേദിയാണിത്. അതിനെതിരായിട്ട് ഇത്തരം പ്രചരണങ്ങൾ ആദ്യഘട്ടത്തിൽ വളരെ ശക്തമായി നടന്നിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് അത്തരം പ്രചരണങ്ങൾ വിശ്വാസ്യതയില്ലാതായി എന്നതുകൊണ്ടും ആ പ്രചരണം നടത്തിയവർ തന്നെ പതുക്കെ പതുക്കെ ക്ഷീണിച്ച് അതിൽ നിന്ന് പിൻവാങ്ങുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോക കേരള സഭയുടെ ചെലവുകൾ ഇപ്പോൾ പ്രധാനമായിട്ടും സ്പോൺസർഷിപ്പിലൂടെയും മറ്റുമാണ് സമാഹരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൂർത്ത് എന്ന് ആരോപിച്ചവർക്ക് ഇപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ശ്രീ MP ഗോവിന്ദൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ AC മൊയ്തീൻ. സർ, 4ാം കേരള ലോകസഭയിലെത്തിയപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സർ, ഇപ്പോൾ ഈ പ്രവാസികളിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരാണ്. ലോക കേരള സഭയിൽ ഈ സാധാരണക്കാരായ പ്രവാസി മലയാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഭ ആ രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ? അതോടൊപ്പം ഇന്നിപ്പോൾ പ്രവാസികളുടെ ഒരു വിവരശേഖരണം നമ്മുടെ കയ്യിലില്ല. അതിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മിനിസ്റ്റർ. സർ, ലോക കേരള സഭയിൽ വലിയ തോതിൽ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെ പ്രാതിനിധ്യമുണ്ട് എന്നത് ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. 1ാമത്തെയും 2ാമത്തെയും ലോക കേരള സഭ നടന്ന സമയത്ത് നേരെ വിപരീതമായൊരു പ്രചരണമാണ് നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ പ്രചരണം, നേരത്തെ പറഞ്ഞതുപോലെ ധൂർത്ത് എന്ന പ്രചരണം നടത്തിയവർ ക്ഷീണിച്ച് പിൻവാങ്ങിയതുപോലെ തന്നെ ഇത് സാധാരണക്കാരുടേതല്ല എന്ന പ്രചരണം നടത്തിയവർക്കും പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു. കാരണം നമ്മൾ ഓരോ ലോക കേരള സഭയിലും കാണുകയാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ലേബർ ക്യാമ്പുകളിൽ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവരുടെ എല്ലാം പ്രതിനിധികൾ ലോക കേരള സഭയിൽ അംഗങ്ങളായി വരിക മാത്രമല്ല അവരവരുടെ ജീവിതാനുഭവങ്ങളെ, പൊള്ളുന്ന ജീവിതാനുഭവങ്ങളെ ലോക കേരള സഭയിലൂടെ കേരളവുമായി, മലയാളികളുമായി പങ്കുവെക്കുന്നതിനും ഇത് വേദിയായി മാറി. നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റാബേസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലുള്ള പഠനങ്ങൾ ആഴത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്
നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ലോക കേരള സഭയുടെ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രവാസികളെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിന്, പ്രവാസികളുമായിട്ടുള്ള കണക്ട് ശക്തിപ്പെടുത്തുന്നതിനുള്ള വിവിധങ്ങളായിട്ടുള്ള നടപടികളും പ്രവർത്തനങ്ങളുമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ PV അൻവർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ TI മധുസൂദനൻ. സർ, പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ് ലോക കേരള സഭയുടെ ഉള്ളടക്കം. ലോക കേരള സഭയിൽ ജോലി ചെയ്യുന്ന ഉൾപ്പെടെയുള്ളവർക്ക് പ്രാതിനിധ്യം ലഭിച്ചു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായി എല്ലാവരും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ വലിയ ചൂഷണവും വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യൻ എംബസിയുടെ കീഴിൽ വനിതാ സെൽ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? വല്ല പുരോഗതിയും ഈ കാര്യത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, ഇത്തരം കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൽ നിരന്തരം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അക്കാര്യത്തിൽ ഇനിയും കാര്യമായിട്ടുള്ള പുരോഗതി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ MP-മാരും കാര്യമായിട്ട് ഏറ്റെടുക്കുകയും ഗൗരവത്തോടെ ഉന്നയിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ശ്രീ P മമ്മിക്കുട്ടി. സാർ, ലോക കേരള സഭയിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ MLA-മാർക്കും പ്രവാസി പ്രതിനിധികളുമായി ചർച്ച നടത്താനും ആശയങ്ങൾ പങ്കുവെക്കാനുമൊക്കെയുള്ള ഒരവസരമുണ്ടായിട്ടും പ്രതിപക്ഷ അംഗങ്ങൾ അത് ബഹിഷ്കരിച്ചത് പ്രവാസി സമൂഹത്തോട് തന്നെയുള്ള അവഹേളനമായി കണക്കാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ബഹിഷ്കരണത്തിൻ്റെ തീവ്രത പിന്നീട് കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്തവണ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട പ്രവാസി സംഘടനകളുടെ പ്രതിനിധികളെല്ലാം വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും ലോക കേരള സഭയിൽ പങ്കെടുത്തു എന്നതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. അങ്ങേക്കും അറിയാവുന്നതാണ്, അങ്ങാണല്ലോ സഭയുടെ അധ്യക്ഷൻ. അപ്പോൾ അവർ അതിൻ്റെ ചർച്ചകളിൽ, ഡെലിബറേഷൻസിലെല്ലാം വളരെ സജീവമായിട്ടാണ് അവർ പങ്കെടുത്തിട്ടുള്ളത്. അത് കാണിക്കുന്നത് ബഹിഷ്കരണ ആഹ്വാനം പ്രവാസികൾ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. അത്രയും മാറ്റമുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ മാറ്റം ഇനി മുന്നോട്ട് പോകുമെന്നും അടുത്ത ലോക കേരള സഭയാകുമ്പോൾ പ്രതിപക്ഷത്തെ അംഗങ്ങൾ കൂടി അതിൽ പങ്കാളികളാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ AK അഷ്റഫ്. സർ, വിമാന ടിക്കറ്റിൻ്റെ കാര്യം ഇവിടെ ചോദ്യമായി വന്നു. ആരും ശ്രദ്ധിക്കാത്ത ഈ വിമാനത്താവളങ്ങളിൽ ഗൾഫിലേക്ക് പോകുന്ന പ്രവാസികളുടെ ലഗേജിൽ നിന്ന് മോഷണം നിരന്തരമായി നടക്കുന്നുണ്ട്. ഒരു മാസം മുമ്പ് ഉംറയിലേക്ക് പോകുന്ന മംഗലാപുരം വിമാനത്താവളത്തിൽ ബദ്രുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ 7 ലക്ഷം രൂപയാണ് മംഗലാപുരം വിമാനത്താവളത്തിൽ മോഷ്ടിക്കപ്പെട്ടത്. ഞാൻ ഇടപെട്ടു, അവിടെ FIR കമ്മീഷനോട് സംസാരിച്ച് ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യ CM-ന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് അന്വേഷിക്കുമ്പോൾ നിരന്തരമായി വിമാനത്താവളങ്ങൾ, ഏറ്റവും സുരക്ഷിതമായ വിമാനത്താവളങ്ങളിൽ നമ്മുടെ പ്രവാസികളുടെ പണവും വിലപ്പെട്ട സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതിനെതിരെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്രവാസികളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താൻ കഴിയുമോ? യെസ് മിനിസ്റ്റർ. സർ, വിമാനത്താവളങ്ങളുടെ നിയന്ത്രണവും സുരക്ഷയും ഒന്നും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം ഗൗരവമാണ്. മംഗലാപുരമാണെങ്കിൽ കേരളത്തിലുമല്ല, അത് കർണാടകയിലുമാണ്. യെസ് ശ്രീ UA ലത്തീഫ്. സർ, 4ാം ലോക കേരള സഭാ സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട സ്പീക്കർ നൽകിയ ലേഖനത്തിൽ 2018 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം 21,21,887 പ്രവാസികളുണ്ട് എന്ന് സ്പീക്കർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇവരിൽ ഭൂരിഭാഗവും ജീവിതത്തിൻ്റെ രണ്ടറ്റവും ചേർത്ത് പിടിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരെ നിക്ഷേപം സ്വീകരിക്കുന്ന നയം മാറ്റി നിർത്തി അവരിൽ നിന്നും തിരിച്ചു വരുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനായി 3 ലോക കേരള സമ്മേളനങ്ങളുടെ തീരുമാനപ്രകാരം എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിച്ചോ? എത്ര ആളുകൾക്ക് സഹായം നൽകി എന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സർ, ഇന്ന് ഇന്ത്യയിൽ പ്രവാസി ക്ഷേമനിധിയും പ്രവാസി പെൻഷനും ഏർപ്പെടുത്തിയിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ് എന്ന് ബഹുമാനപ്പെട്ട അംഗത്തെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു സംസ്ഥാനവും സമാനമായിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതി പ്രവാസികൾക്കായിട്ട് ആവിഷ്കരിച്ചിട്ടില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട മുൻകൈ എടുക്കേണ്ടത്.
ഒരു മുൻകൈയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ നേതാവ് ഉൾപ്പെടെ വിദേശകാര്യ സഹമന്ത്രിയും പ്രവാസി വകുപ്പിൻ്റെ ചുമതലയും ഒക്കെ വഹിച്ചിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങളെല്ലാം പാർലമെൻറ്റിലുള്ളതാണ്. അന്ന് മുതൽ ഈ കാര്യം ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ പ്രവാസി ക്ഷേമത്തിനുള്ള പദ്ധതി ആവിഷ്കരിക്കണം എന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു നടപടി മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ കേരളം മറ്റൊരുപാട് കാര്യങ്ങളിൽ ബദൽ മാതൃക സൃഷ്ടിച്ചതുപോലെ ഇതിലും ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ശ്രീ പ്രമോദ് നാരായൺ. സർ, പഠനത്തിനായും പഠനവും തൊഴിലും ചേർത്തുള്ള ജീവിതാന്വേഷണത്തിനായും ഭൂമിയുടെ പല ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ പ്രവാസി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി അവരുടെ പഠനാംഗീകാരവും ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും വിവരശേഖരണം നടത്താനും നടപടികൾ സ്വീകരിക്കുമോ? മിനിസ്റ്റർ. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അക്കാര്യങ്ങൾ പരിശോധിച്ച് സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്യും. ശ്രീ എം രാജഗോപാൽ. സർ, വിദേശത്ത് തൊഴിൽ തേടുന്നവരുടെയും കുടിയേറ്റ വിദ്യാർത്ഥികളുടെയും എണ്ണം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ട സമഗ്രമായ പരിശീലനം, അഭിമുഖം, ഭാഷാ പരിശീലനം ഉൾപ്പെടെയുള്ളവ ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനത്ത് ഇപ്പോൾ എവിടെയൊക്കെയാണ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും വലിയ തോതിൽ പ്രവാസികളുള്ള കാസർഗോഡ് ജില്ലയിൽ ഇതിനായുള്ള ഒരു കേന്ദ്രം അനുവദിക്കാൻ നടപടികൾ സ്വീകരിക്കാമെന്നാണ്. സർ, വിദേശ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ, പൊതുവിൽ സ്കിൽ ട്രെയിനിങ്ങിനുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസാപ്പിൻ്റെ എല്ലാം നേതൃത്വത്തിൽ നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചാൽ നൽകാവുന്നതാണ്. ശ്രീ ടി ടൈസൺ മാസ്റ്റർ. സർ, പ്രവാസികൾക്ക് ദുരിതവേളയിലും അടിയന്തര ഘട്ടങ്ങളിലും സഹായം നൽകാനായി വിദേശ രാജ്യങ്ങളുടെ എംബസിയുടെ കീഴിൽ രൂപീകരിച്ച നിധിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട്. പ്രവാസികളിൽ നിന്ന് പിരിച്ച ഈ ഫണ്ടിന്റെ 474 കോടി രൂപ നീക്കിയിരിപ്പുണ്ടെന്ന് പാർലമെന്റിലെ ഒരു ചോദ്യത്തിന് ഉത്തരമായി വിദേശകാര്യ സഹമന്ത്രി പറയുകയുണ്ടായി. ലോകം മരവിച്ച കോവിഡ് മഹാമാരി കാലത്തും പ്രവാസികളുടെ സ്വന്തം പണം കൊണ്ടുണ്ടാക്കിയ ഫണ്ടിന്റെ 10% പോലും ചെലവാക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് എങ്ങനെ ഇതിൽ മാറ്റം വരുത്താൻ, അതിൽ അത്യാവശ്യം കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇക്കാര്യങ്ങളുടെ എല്ലാ സമീപനം എടുക്കുന്നത്, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വിശദമാക്കാമോ? ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരാണ് ഈ തുക സമാഹരിച്ച് സൂക്ഷിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരാണ് അത് പ്രവാസികളുടെ ക്ഷേമത്തിനായിട്ട് വിനിയോഗിക്കേണ്ടത്. നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം നിരന്തരം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ ശ്രദ്ധ പതിയേണ്ട, ഇടപെടൽ ഉണ്ടാവേണ്ട ഒരു മേഖലയാണ്, ഒരു വിഷയമാണ്. ശ്രീ തോമസ് കെ തോമസ്. സാർ, ഞാൻ കുട്ടനാട്ടുകാരനായ ഒരു പ്രവാസിയാണ്. ഏകദേശം 40 വർഷത്തിലധികം പോയിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ്. പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു ചൂട്, ഒരു ബഹളമൊക്കെ വരുന്നതല്ലാതെ അതിന് ശേഷം അതൊക്കെ തണുത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഈ കുവൈറ്റിലുണ്ടായ സംഭവം അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും അതിനുള്ള കാര്യങ്ങളും ഏതെല്ലാം രീതിയിലാണ് ഗവൺമെൻറ് ചെയ്തതെന്ന് വെളിപ്പെടുത്താം? മിനിസ്റ്റർ, കുവൈറ്റിലെ മരണപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായങ്ങൾ? കുവൈറ്റിലുണ്ടായ സംഭവം നമുക്കെല്ലാം അഗാധമായിട്ടുള്ള വേദനയും ദുഃഖവും സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതിൽ വളരെ പെട്ടെന്നുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സംഭവം ഉണ്ടായതിൻ്റെ ആ വാർത്ത വന്ന ഉടൻ തന്നെ പ്രത്യേകമായ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായി. തലേദിവസം മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് രാവിലെ വീണ്ടും പ്രത്യേകമായി അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നത്. ആ മന്ത്രിസഭാ യോഗം കുവൈത്തിലേക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ അയക്കാൻ അടിയന്തരമായി തീരുമാനമെടുത്തു. അവിടെ പോയി പരിക്കേറ്റവരുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക, അവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടലിലൂടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ദുരന്തത്തിൽ മരിച്ച എല്ലാവരുടെയും കുടുംബങ്ങൾക്ക്, ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു. പരിക്കേറ്റവർക്ക് 1 ലക്ഷവും മന്ത്രിസഭാ യോഗം നൽകാൻ തീരുമാനമെടുത്തു. മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ സാധ്യമായത്ര വേഗത്തിൽ ഈ മൃതശരീരങ്ങൾ മുഴുവൻ കൊച്ചിയിലെത്തിക്കാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, ജനപ്രതിനിധികളും എല്ലാവരും വിമാനത്താവളത്തിലുണ്ടായിരുന്നു. അങ്ങേയറ്റത്തെ ആദരവോടുകൂടിയാണ്
അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടിയാണ് ഈ മൃതശരീരങ്ങൾ അവരവരുടെ വീടുകളിൽ എത്തിച്ചത്. അപ്പോൾ വളരെ ചടുലമായിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഖേദകരമായൊരനുഭവം, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോകാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല, അതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ചു എന്നത് നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു സമീപനമായിരുന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികാര മനോഭാവത്തിന്റെ തുടർച്ചയായിട്ടാണ് പൊതുവിൽ കേരള സമൂഹം കണ്ടത്. 5 ലക്ഷം രൂപ കൊടുക്കാൻ എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ് സാർ. പക്ഷെ എന്ന് കൊടുക്കും എന്നൊരു അറിയിപ്പ് അങ്ങ് തരാമോ? കാരണം ഇന്നലെയും ഞാനൊരു കുടുംബമായിട്ട് സംസാരിച്ചു, കൊല്ലത്തു നിന്നുള്ള കുടുംബമായിട്ട് സംസാരിച്ചു. അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്ന് കിട്ടുമെന്ന് പറയാൻ സാധിക്കും? സാർ, അതിൽ ബഹുമാനപ്പെട്ട അംഗത്തിന് യാതൊരു ആശങ്കയും ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ സർക്കാർ അടിയന്തരമായിട്ടാണ് അത് പ്രഖ്യാപിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം കൊടുക്കും.